നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പൊതുവെ, മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിശേഷിച്ചും വളരെയേറെ മനസ്സിലാക്കേണ്ട ഒന്നാണ് സമൂഹത്തിൽ വിദ്യാഭ്യാസം ഫലപ്പെടാൻ എന്തൊക്കെ ഉണ്ടാകണം. വിദ്യാഭ്യാസ സ്ഥാപന സംവിധാനങ്ങളുടെ കൂട്ടത്തിൽ സമൂഹത്തിലേക്ക് വിദ്യാഭ്യാസ പ്രക്രിയ ഏറ്റവും കൂടുതൽ ഇൻ്റഗ്രേറ്റഡായി സമഗ്രമായി ഇറങ്ങിച്ചെല്ലാൻ, സമൂഹത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പരുവപ്പെട്ട അതിന് പ്രാപ്തമായ ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ് പള്ളി ദർസ്. ഒരു കാലഘട്ടത്തിൽ ഈ ഇല്ലായ്മകളുടെയും പ്രതിസന്ധികളുടെയും നടുവിലൂടെ സമൂഹത്തിന് നേട്ടങ്ങൾ നേടിക്കൊടുത്ത ഇൻസ്റ്റിറ്റ്യൂഷണൽ മൂവ്മെൻ്റാണ്, വിദ്യാഭ്യാസ സ്ഥാപന പ്രക്രിയയാണ് പള്ളി ദർസ് എന്ന് പറയുന്നത്. പുതിയ കാലത്തും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി പള്ളി ദർസുകൾ രൂപപ്പെടേണ്ടതുണ്ട്. കഴിവുറ്റ അധ്യാപകർ, നല്ല മതവിജ്ഞാനമുള്ള, അക്കാദമിക് എഡ്യൂക്കേഷനുള്ള, നല്ല സ്കില്ലുകളുള്ള പണ്ഡിതന്മാർ നാട്ടിൻപുറങ്ങളിലെല്ലാം സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സമൂഹത്തെ നയിക്കാൻ പറ്റുന്നവർ വ്യാപകമായി പള്ളി ദർസുകൾ നിർമ്മിക്കണം. കാരണം അല്ലാത്ത സ്ഥാപനങ്ങൾ, വിശിഷ്യ നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിൽ ധാരാളമുണ്ട്. സ്ഥാപന സംസ്കാരം എന്നതിൽ ഒരുപക്ഷെ പുതിയ ഇടപെടലുകൾക്ക് ഏറെ ആവശ്യമുണ്ടെന്ന് വിലയിരുത്തപ്പെടാവുന്നതാണ്. എന്നാൽ പുതിയ വലിയ ചിലവുള്ള വിദ്യാഭ്യാസ പ്രക്രിയയേക്കാൾ ചിലവ് കുറഞ്ഞ, അതേസമയത്ത് സമൂഹത്തിന് കൂടി നിന്ന് ചേർന്ന് നിന്ന് വളർത്താവുന്ന, നടപ്പിലാക്കാവുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് പള്ളി ദർസുകൾ. പള്ളി ദർസുകളിലൂടെ നാട്ടിലെ ഒരുമയുടെ കേന്ദ്രമായ, ഐക്യബോധം നാടിന് നിർമ്മിച്ചു തരാൻ ഉപകാരപ്പെടുന്ന കേന്ദ്രമായ പള്ളികൾ പള്ളികൾ അങ്ങനെയാണ്. ആ പള്ളികൾ കേന്ദ്രമായി പഠനങ്ങൾ നടക്കുകയും സമൂഹത്തിൻ്റെ എല്ലാ തട്ടിലുള്ളവർക്കും ഫലപ്പെടുന്ന രീതിയിൽ പള്ളിയിൽ മതപഠനം പ്രത്യേകമായും മറ്റ് അധ്യാപനങ്ങൾ കൂടെ ചേർന്നുകൊണ്ടും നടക്കേണ്ട ഒന്നാണ് പള്ളി ദർസുകൾ. പള്ളി ദർസുകളിലൂടെ വളരുന്ന വിദ്യാർത്ഥികൾക്ക് അക്കാദമിക് എഡ്യൂക്കേഷനിലും മതവിദ്യാഭ്യാസത്തിലും ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും പുതിയ കാലത്ത് ധാരാളം പേർ ഈ രംഗത്ത് വരികയും സമൂഹം വളരുകയാണ്. സമൂഹത്തിൻ്റെ അംഗസംഖ്യയും വളരുകയാണ്. വളരുന്നതിനനുസരിച്ച് ഇത്തരം പ്രക്രിയകൾ, ഇത്തരം സ്ഥാപന സംവിധാനങ്ങൾ ധാരാളമായി വളരണം. അത് നാടിനേറെ പുരോഗതി ഉണ്ടാക്കും, നാടിനേറെ ആശ്വാസമുണ്ടാക്കും. പുതിയ വളർച്ചകൾക്കിടയിൽ AI ഉൾപ്പെടെയുള്ള, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് ഉൾപ്പെടെയുള്ള ടെക്നോളജിക്കലി വളർച്ച നേടുമ്പോഴും ഒരുപാട് പ്രതിസന്ധി സമൂഹം മുന്നിൽ നോക്കിക്കാണുമ്പോൾ അതിനെല്ലാം നല്ല പരിഹാരം കാണാൻ പള്ളി ദർസുകൾക്ക് സാധിക്കും. മാർഗനിർദ്ദേശം വിദ്യാർത്ഥികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും ഒരുപോലെ നൽകാൻ സാധ്യതയുള്ള നല്ലൊരു പഠന സംവിധാനമാണ്, നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മഅഹദിയായ ഒരു മൂവ്മെൻ്റാണ്, ചലനമാണ് പള്ളി ദർസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പള്ളി ദർസുകളെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ നടക്കണം. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ ഒരു രചനയെ ബാക്കപ്പ് നിർത്തിക്കൊണ്ട് നാട്ടുദർസ് സർവ്വവ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ എല്ലാ വിദ്യാർത്ഥികൾക്കും പഠനത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ കൂടി പള്ളി ദർസുകൾ വ്യാപകമായി നമ്മുടെ നാട്ടിൽ വരേണ്ടതുണ്ട്.